നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സഖ്യം 393 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തും എന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യ ടിവി CNX സർവേ ബിജെപി ഒറ്റയ്ക്ക് 343 സീറ്റുകൾ നേടുമെന്നുകൂടി സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. സഖ്യകക്ഷികൾ 50 സീറ്റുകൾ സ്വന്തമാക്കും. അങ്ങനെയാണ് ഈ 393 എന്ന ഒരു സീറ്റ് നിലയിലേക്ക് എൻഡിഎ സഖ്യം എത്താൻ പോകുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 72 സീറ്റുകളിലും ബിജെപി തന്നെ വിജയിക്കുമെന്നുകൂടി ഈ ഇന്ത്യ ടിവി CNX അഭിപ്രായ സർവേ വ്യക്തമാക്കിയിരുന്നു. ഈ സർവേക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിന്റെ എല്ലാ പ്രദേശങ്ങളെയും ഈ സർവേ പൂർണ്ണമായും കവർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സാധാരണയായി ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ഫലമായിരിക്കും സർവേകളിലൂടെ പുറത്തു വരുന്നത്. അല്ലാതെ മേഖല തിരിച്ചുള്ള അത്ര കണ്ട് വിശദമായ ഒരു ഫലം നൽകാറില്ല. പക്ഷെ ഇതിൽ ഉത്തർപ്രദേശിന്റെ വിശദമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളിലൂടെ ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ മേഖല തന്നെയാണ് ആദ്യം എത്തുന്നത്. കാരണം ഇവിടെ 29 ലോക്സഭാ സീറ്റുകളാണുള്ളത്. വലിയ പ്രാധാന്യമുള്ള, വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു മേഖലയാണ് ഈ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. അവിടെ ആകെയുള്ള 29 സീറ്റുകളിൽ 25 ബിജെപി തന്നെ നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, അപ്നാദളിന് 2 സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുകൂടി പറയുന്നുണ്ട്. ബിജെപിയുടെ സഖ്യകക്ഷി തന്നെയാണ്. അതേസമയം പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും അഖിലേഷ് യാദവിന്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടി 2 സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് പറയപ്പെടുന്നു. അടുത്തതായി ആവാദ് മേഖലയാണ്. ഉത്തർപ്രദേശിലെ ആവാദ് മേഖലയിൽ 14 ലോക്സഭാ സീറ്റുകളാണ് ആകെയുള്ളത്. ഇവിടെ 14 സീറ്റുകളിലും ബിജെപി തന്നെ വിജയിക്കുമെന്നും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന INDA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് ഇവിടെ അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കില്ല എന്നുമാണ് സർവേ പറയുന്നത്. അടുത്തതായി മധ്യ ഉത്തർപ്രദേശാണ്. ഈ മധ്യ ഉത്തർപ്രദേശിൽ 13 ലോക്സഭാ സീറ്റുകളാണ് ആകെയുള്ളത്. ഇവിടെ 11 സീറ്റുകളും ബിജെപി തന്നെ നേടുമെന്നാണ് സർവേ പറയുന്നത്. മാത്രമല്ല, അഖിലേഷ് യാദവിന്റെ പാർട്ടിക്ക് 2 സീറ്റ് ലഭിക്കുമെന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അടുത്ത മേഖല രോഹിൽഖണ്ഡ് മേഖലയാണ്. രോഹിൽഖണ്ഡ് മേഖല 12 ലോക്സഭാ സീറ്റുകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇവിടെ ബിജെപി 11 സീറ്റുകളും ബിജെപിയുടെ സഖ്യകക്ഷിയായ RLD 1 സീറ്റും നേടുമെന്നാണ് പറയപ്പെടുന്നത്. സമാജ്വാദി പാർട്ടിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നുകൂടി ഈ സർവേയിൽ വിശദമായി തന്നെ പറയുന്നു. അടുത്തത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശാണ്. ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളാണുള്ളത്. പലപ്പോഴും ബിജെപിക്ക് അപ്രതീക്ഷിതമായ നേട്ടവും കോട്ടവും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്. 8 ലോക്സഭാ സീറ്റുകളുള്ള ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഇത്തവണ മുഴുവൻ സീറ്റുകളും ബിജെപി തന്നെ സ്വന്തമാക്കുമെന്നാണ് സർവേ പറയുന്നത്. മാത്രമല്ല, സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഈ മേഖലയെ ചലിപ്പിക്കാൻ പോലും സാധിക്കില്ല എന്നുകൂടി സർവേ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ഉത്തർപ്രദേശിന്റെ പൂർണ്ണമായ ഒരു ചിത്രം തന്നെ സർവേ സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ഉത്തർപ്രദേശ് ആരാണോ പിടിക്കുന്നത് അവർ തന്നെ ആയിരിക്കും രാജ്യത്തിന്റെ തേര് തെളിക്കാൻ പോകുന്നത്. കാലാകാലങ്ങളായി അത് അങ്ങനെ തന്നെയാണ്. കാരണം ഏറ്റവും അധികം പ്രതിനിധികളെ ലോക്സഭയിൽ അയക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഉത്തർപ്രദേശിന്റെ ഒരു നേർചിത്രം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഉത്തർപ്രദേശ് സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.